നീ ട്യൂഷന് പോയില്ലേടാ? ട്യൂഷന് പോയില്ലേ നീ? ഞാൻ റൊണാൾഡോ ഇരിക്കുന്നു. റൊണാൾഡോ എവിടെ? അവിടെ അങ്കരാടി. അടി ആരുമായിട്ട്? റൊണാൾഡോ അവന് റോസ്മേരി വേണ്ടി. റോസ്മേരി വന്നില്ല. ഫോണില് വന്നില്ലായിരിക്കും. ഇപ്പൊ മൊട്ട അടിയായിരുന്നു. എന്നും ഇത് തന്നെയല്ലേ ഇവന്. എന്നിനി നന്നാവും. എന്തോന്നടായി? എന്തോന്ന് പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം തന്നെ അല്ലാണ്ട്. ഇവിടെ എന്താ പ്രശ്നം? അങ്ങനെയും മച്ചമ്മയായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം. അതുകൊണ്ട് അതിനിപ്പോ അവിടെ അവക്കിപ്പോ നിന്ന് ഇപ്പൊ 2000 രൂപ ഞാൻ എവിടെ പോയി പണിയില്ല, ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുക്കുമെന്ന് പറയാം. കടം മേടിക്കാൻ പറ്റും? ആരിലും തരുമോ പണിയില്ലായിരിക്കുന്ന? പിന്നെ അത് നീ ആ പ്രശ്നവും ഈ പ്രശ്നമായിട്ട് കൂട്ടി കുഴക്കണ്ട. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരണമെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ തരണം ചെയ്യും കേട്ടോ. റോസ്മേരിക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ അതിന് ചിലവിനുള്ള പൈസ കൊടുക്കണം. പിന്നെ നീ എന്തിനാണ് വർഷാപ്പ് എന്ന് പറഞ്ഞ് തുറന്നിട്ടിരിക്കണത്? വർഷാപ്പ് പണിയില്ല മച്ചമ്മ കണ്ടോണ്ടിരിക്കുന്നില്ലേ? എടാ പണി ഇല്ലാന്ന് പറഞ്ഞല്ലേ, പണിയേന്ന് പറഞ്ഞ് ഇങ്ങോട്ടാരും വരൂല. വർഷാപ്പ് തുറന്നിരുന്നാൽ അവിടെ പോയി ഇരിക്കണം. അവിടെ പോയി ഇരുന്നാലേ ആൾക്കാർ വണ്ടി പണിക്ക് അവിടെ കൊണ്ടുവരൂ. പിന്നെ നിന്നെ പോലെ അല്ലടാ ആ കണ്ണൻ വർഷാപ്പ് തുടങ്ങിയത്. അവൻ ആ തിരുമല തുടങ്ങിയിട്ട് ഇപ്പൊ പേട് ഒരെണ്ണം കൂടി തുടങ്ങി. അവൻ മുക്കിന് വർഷാപ്പ് തുടങ്ങേണ്ട എനിക്ക് പണിയില്ലാതായ അവൻ റേറ്റ് കുറച്ചാ ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങളത് അസോസിയേഷന് പറയാതിരിക്കും. നീ എന്തെങ്കിലുമൊക്കെ മുടന്ന ന്യായം പറയല്ലേ. അവൻ കൃത്യമായിട്ടിരുന്ന് പണി ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൻ ആ മാന്യമായ കൂലി വാങ്ങിക്കും. നീ എങ്ങനെ? നീ ആദ്യമേ ഉള്ള പൈസ വാങ്ങിക്കും, പണി ചെയ്ത് കൊടുക്കുകയില്ല. ആ പാടെ അറിയാമുള്ളത് ഹോണ് ശരിയാക്കാൻ അറിയാം. 5 മണിയൊക്കെ എനിക്കറിയാവുന്നു. പിന്നെ ഡേയ് ഇനി നിനക്ക് വർഷാപ്പ് പണി വയ്യ, അത് മടുത്തെങ്കിൽ പറ. നിനക്ക് ഞാൻ കല്ലിങ്കൽ ആ 2 വീലറിന്റെ ഷോറൂം ഉണ്ടല്ലോ, അവിടെ ഒരു ജോലി ശരിയാക്കി തരാം. മച്ചമ്പി അവിടെ മാസ ശമ്പളം ഇല്ലേ മച്ചമ്പി? എടാ ദിവസം ശമ്പളം ഇല്ലാതിരിക്കണേ നല്ലല്ലേ മാസം എന്തെങ്കിലും ശമ്പളം കിട്ടുന്നത്? അവന്മാർ മാസം എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന്റെ ഇരട്ടി ഞാൻ പണിയുണ്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കുമല്ലോ. ഇത് തന്നെ എല്ലാ മടിയന്മാരും പറയണത്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാസം കോടികൾ വലത്തി കളയുന്നു. നീ ഇപ്പോൾ സ്വതന്ത്രമായിട്ടല്ലേ ഇവിടെ ഇരിക്കണം. എന്നിട്ട് എന്താണ് ഉണ്ടാക്കണത് ഇവിടെ? എന്റെ കുറിഞ്ഞും പൂക്കും. എന്താ? എന്റെ കുറിഞ്ഞും പൂക്കും. ചുമ്മാ അങ്ങ് പൂക്കൂല. ഒന്നുമില്ല, അതെന്റെ ഇല്ല. ഉള്ള തന്നെ പറഞ്ഞു. എനിക്ക് പൈസ കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. പറഞ്ഞു തരട്ടാ. നമ്മുടെ ഇവിടുന്ന് നേരെ എടപ്പഴിഞ്ഞിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ അവിടെ ആ മേളത്തെ നിലയിലേ, ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിൻ്റെ മേളത്തെ നിലയിൽ ഒരു പുതിയ ബാങ്ക് വന്നിട്ടുണ്ട്. മെല്ലെ അവിടെ പോയി കുത്തി തുറന്ന് അത് എടുക്ക്. ഇനി അതല്ലെങ്കിൽ അങ്ങോട്ടുള്ള റോഡിൽ അവിടെ 2 ATM ഉണ്ട്. അതെങ്കിൽ അതെങ്ങനെ കുത്തി തുറക്കുക. പൈസ അതിനകത്തുണ്ടല്ലോ, എളുപ്പമാണ്. അങ്ങനെ അത് മച്ചമ്മ അങ്ങോട്ട് പോകുമ്പോഴേ ആ വഴിക്കുള്ള CCTV എത്ര ഉണ്ടോ അതിൻ്റെ എണ്ണം പറ. ആക്കിയായിട്ട് ഒരൊറ്റ ഇടിച്ചെന്നോണ്ടല്ലോ. മക്കൾ പോയി റെഡിയാവും. പോ, ഡ്രസ് ചെയ്യും. പോ. ഞാൻ കൊച്ചു നിൽക്കണം. എന്തെങ്കിലുണ്ടല്ലോ നിറ്റം എന്തെങ്കിലും പറഞ്ഞ അതിൽ കാര്യം ഏത് തമാശ ഏത് ഒന്നും തിരിച്ചറിയരുത് കേട്ടാ. ചുമ്മാ ഇങ്ങനെ വേണ്ട തിന്നോണ്ടങ്ങ് നടക്കടാ. എന്നെ പറഞ്ഞാൽ മതി. കുഞ്ഞമ്മച്ചി കുഞ്ഞമ്മച്ചി അത് തന്നെ എന്നെ പറഞ്ഞാൽ മതി. അമ്മച്ചി എന്നെ ഇങ്ങോട്ട് വിട്ടത് 2 മച്ചമ്മയുടെ സ്വഭാവ സവിശേഷതകൾ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലോ. ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല, അത് കണ്ട് ഞാൻ മൂലക മടിയനായി. അത് ഇനി നമ്മുടെ മണ്ടയ്ക്ക് വെച്ചോ കേട്ടാ. ഈ ഒരു കാര്യം ചെയ്യാം, അവനെ ട്യൂഷൻ ഉണ്ടാക്കും. എന്നിട്ട് അതുവഴി കൊടുക്കാൻ അവിടെ പൊയ്ക്കോ. തമാശ പറഞ്ഞപ്പോഴത്തെ കാര്യമായിട്ട് എടുത്തോ. ഞാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. നീ എന്റെ പുക കണ്ടിട്ടേ പോവുള്ളൂ, എനിക്കറിയാം. അച്ചമ്പി എന്തൊരു വർത്താനോ അച്ചമ്പി പറഞ്ഞ്. അങ്ങനെ മച്ചമ്മയുടെ പുക കണ്ട എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? തങ്കച്ചേട്ടത്തിൽ പിള്ളേരെ നോക്കാൻ ആരും വേണ്ടേ? ഞാൻ റോസ്മേരി പിള്ളേരെ കൊണ്ട് ഇവിടെ എടുത്ത് ഞാൻ ഇവിടെ തന്നെ. അയ്യോ, എന്തെങ്കിലും ഒന്ന് വായിന്ന് വീണ അതിൽ കയറി അങ്ങ് പിടിച്ചോളണം. പിന്നെ നീ ആദ്യം നിന്റെ ഭാര്യ മക്കളെ നോക്ക്. ഇവിടെ അവൾ എങ്ങനെയും ജീവിച്ചോളൂ കേട്ടാ. എൻ്റെ പുക കാണാനായിട്ട് നിൽക്കുന്നത് ആ കൊച്ചിനെ കൊണ്ട് ട്യൂഷനാക്കാം അങ്ങോട്ട്, സമയം കളയാതെ.